യു.എസ്. സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ ഓഫീസുകളിൽ നടക്കുന്ന ഗ്രീൻ കാർഡ് അഭിമുഖത്തിനിടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അധികൃതർ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വിസ ഓവർസ്റ്റേ ചെയ്തവരെയും നിയമപരമായ സ്റ്റാറ്റസ് ഇല്ലാത്തവരെയും ലക്ഷ്യമിട്ടാണ് ഈ നടപടികളെന്നാണ് റിപ്പോർട്ട്. സാന്റിയാഗോയിലെ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ ഓഫീസിലാണ് പ്രധാനമായും ഇത്തരം അറസ്റ്റുകൾ നടക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇമിഗ്രേഷൻ അഭിഭാഷകനായ സമൻ നാസേരിയുടെ 5 ക്ലയന്റുകളെ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തതായി CBS 8 റിപ്പോർട്ട് ചെയ്തു. ഇവർക്ക് ക്രിമിനൽ റെക്കോർഡുകളോ മുൻകാല അറസ്റ്റുകളോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും US പൗരന്മാരുടെ പങ്കാളികളായി ഗ്രീൻ കാർഡ് പ്രക്രിയയിലൂടെ കടന്നുപോകുന്നവരായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തന്റെ ക്ലയന്റുകളിൽ ആർക്കും ക്രിമിനൽ പശ്ചാത്തലമോ അറസ്റ്റ് നേരിടുകയോ ചെയ്തിട്ടില്ലെന്ന് സമൻ നാസേരി പറയുന്നു. ഇവർ നിയമപരമായി പ്രവേശിക്കുകയും വിസ ഓവർസ്റ്റേ ചെയ്യുകയുമാണ് ചെയ്തത്. തന്റെ എല്ലാ കേസുകളിലും US പൗരന്മാരെ വിവാഹം കഴിച്ചവരാണ്. അതിനാൽ US പൗരന്മാരുടെ പങ്കാളികൾ സാധാരണ പ്രക്രിയയിലൂടെയും സാധാരണ ചാനലുകളിലൂടെയും കടന്നു പോകുമ്പോൾ അവരെ കസ്റ്റഡിയിലെടുക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഇമിഗ്രേഷൻ അഭിഭാഷകൻ ആയ ഹബീബ് ഹാഷ്ബിനിയും സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അറസ്റ്റുകൾ പ്രധാനമായും നടന്നത് സാന്റിയാഗോയിലെ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ ഓഫീസിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യ അറസ്റ്റ് നവംബർ 12-നായിരുന്നു. അറസ്റ്റിലായ ആളുകളിൽ നിന്ന് നിരവധി ഫോൺ കോളുകൾ ലഭിക്കുന്നുണ്ട്. മറ്റ് പല കൗണ്ടുകളിൽ ജോലി ചെയ്യുന്ന നിരവധി അഭിഭാഷകരുമായി തനിക്ക് ബന്ധമുണ്ട്. ഇത് അവരുടെ ക്ലയന്റുകൾക്ക് സംഭവിക്കുന്നില്ല. സാന്റിയാഗോയിൽ മാത്രമാണ് സംഭവിക്കുന്നതെന്നും ഹാഷ്ബിനി വ്യക്തമാക്കി. വരാനിരിക്കുന്ന ഗ്രീൻ കാർഡ് അഭിമുഖങ്ങളിൽ പങ്കെടുക്കണമെന്നും എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് തയ്യാറെടുക്കണമെന്നും ഹാഷ്ബിനി പറഞ്ഞു. അഭിമുഖം നഷ്ടപ്പെടുത്തുന്നത് ഗ്രീൻ കാർഡിനുള്ള അപേക്ഷ തള്ളാൻ ഇടയാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചാണ് ആളുകളെ അറസ്റ്റ് ചെയ്തതെന്ന് ദ മിറർ റിപ്പോർട്ട് ചെയ്തു. സാന്റിയാഗോയിൽ ഗ്രീൻ കാർഡ് അഭിമുഖം നടക്കുന്ന മുറികളിൽ പ്രവേശിച്ച ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ 2 കുടിയേറ്റക്കാരെ അവരുടെ അമേരിക്കൻ പങ്കാളികൾക്കും 6 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞിനും മുന്നിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ തന്റെ ഭർത്താവിനെ കൈവിലങ്ങ് അണിയിക്കുകയും തിരിച്ചറിയൽ രേഖയ്ക്ക് പകരം ഒരു QR കോഡ് കാണിക്കുകയും ചെയ്തതായി അമേരിക്കക്കാരിയായ ഓഡ്രി ഹെസ്റ്റ്മാർക്ക് പറഞ്ഞു. ഇവരുടെ ഭർത്താവ് ജർമ്മൻ പൗരനാണ്. മറ്റൊരു സംഭവത്തിൽ ബ്രിട്ടീഷുകാരിയായ ഭാര്യ കാറ്റിയെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ അറസ്റ്റ് ചെയ്തതായി കണ്ടുവെന്ന് സ്റ്റീഫൻ പോൾ പറഞ്ഞു. അതേസമയം ദേശസുരക്ഷ, പൊതുസുരക്ഷ, അതിർത്തി സുരക്ഷ എന്നിവയ്ക്ക് മുൻഗണന ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഫെഡറൽ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഏജൻസി പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വക്താവ് CBS 8 പറഞ്ഞു. US-ൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന വ്യക്തികൾ, സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ ഓഫീസുകൾ പോലുള്ള ഫെഡറൽ സൈറ്റുകളിൽ സ്റ്റാറ്റസ് ഇല്ലാത്തവർ ഉൾപ്പെടെ US കുടിയേറ്റ നിയമപ്രകാരം അറസ്റ്റ്, തടങ്കൽ, നാടുകടത്തൽ എന്നിവ നേരിടേണ്ടി വന്നേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് സ്വയം നാടുകടത്തൽ ഏറ്റവും സുരക്ഷിതവും കാര്യക്ഷമവുമായ മാർഗമായി തുടരുന്നുവെന്നും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പറഞ്ഞു. CBP ഹോമ പോലുള്ള ടൂളുകൾ ഈ പ്രക്രിയയിൽ വ്യക്തികളെ സഹായിക്കാൻ ലഭ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.